1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുന്നതിന് മുമ്പ് 1:13 മുതൽ ആദ്യം വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. അപ്പൊ പ്രത്യാശ എന്തിൽ വെക്കണം? വരുവാനുള്ളൊരു കൃപയുണ്ട്. സ്വത്രം അതിലാണ് പൂർണ്ണമായിട്ട് പ്രത്യാശ വയ്ക്കാനുള്ളത്. ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചോളണം. ഒരു ഉറപ്പ് വേണം. എന്തോന്ന്? യേശു വരാറായി. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് എന്ത് ചെയ്യണം? പ്രത്യാശയോടെ മനസ്സ് ഉറപ്പിച്ചോളണം. ഹല്ലേലൂയ. യേശു വരും, ഞാൻ കയറി അങ്ങ് പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ കൂടെ കയറി പോകുന്നതിൽ പല സന്തോഷമൊന്നും ഇല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നിർമ്മതരായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു. പൂർണ്ണ പ്രത്യാശ വെച്ചോളണം. വരാനുള്ള കൃപയിൽ. അടുത്ത വരി. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് പണ്ട് നമ്മൾ അജ്ഞാനമായിട്ടെന്ന് വെച്ചാൽ അറിവില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. കണ്ടോ? ആ മോഹങ്ങളെ ഇനി നമുക്ക് മാതൃകയാക്കാൻ പാടില്ല. കാരണം നമ്മൾ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി ആരെ കാത്തിരിക്കുകയാണ്? യേശുവിൻ്റെ പ്രത്യക്ഷത. ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും ഇല്ല. അപ്പം നമ്മളെ കാര്യങ്ങൾ ആര് ചെയ്യുന്നത്? ദൈവം ചെയ്യും. ഹല്ലേലൂയ. എല്ലാം ആര് ചെയ്യും? എല്ലാം ദൈവമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ആരായിട്ട് എടുത്തിട്ടുണ്ട്? നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ആരടുത്ത് എത്തിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. എല്ലാ വരിയും എത്തിയിട്ടുണ്ട്. നമ്മൾ മറന്നുപോയിട്ട് പ്രാർത്ഥിച്ച് മറന്നുപോയ വിഷയവും ആര് പറഞ്ഞിട്ടില്ല. തക്ക സമയമാകുമ്പോൾ എന്ത് ചെയ്യും? അതിന് മറുപടി വരും. ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസമായപ്പോൾ പ്രാർത്ഥന വിട്ടു അല്ലേ? അതിനൊരു രക്ഷയില്ല, വിട്ടു. പക്ഷേ ദൈവം വിട്ടില്ല. അതിനൊരു സമയമുണ്ട്. സമയമാകുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് ചിന്തിക്കും, ദൈവമേ, നാളുകൾക്ക് മുമ്പ് ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടാൻ വൈകിയപ്പോൾ ഞാൻ അങ്ങ് നിർത്തി. പക്ഷെ ദൈവം അതിൻ്റെ സമയമായപ്പോൾ അതിനൊരു മറുപടി ഇതെല്ലാം ദൈവം ചെയ്യും. അത് ദൈവം ചെയ്തോളും. ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. അടുത്ത ഒരു വായിച്ചേ. കേട്ടോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഒന്ന് കർത്താവിൻ്റെ വരവിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് മനസ്സുറപ്പിച്ചോളണം. നിർമ്മതരായിരുന്നോളണം. അടുത്ത് രണ്ടാമത് പറയുന്നു. ഇപ്പൊ വായിച്ചു, ഒന്നൂടെ വായിച്ചേ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. 2 നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അപ്പം നമ്മൾ പണ്ടത്തെ ഒരു സ്വഭാവം നമുക്കിനി വേണ്ട. പണ്ട് നമുക്ക് എന്തോന്നായിരുന്നു? പല സ്വഭാവങ്ങളുണ്ടായിരുന്നു അല്ലേ? പല സ്വഭാവങ്ങൾ. ഒന്നും നല്ലതില്ലായിരുന്നു. എല്ലാം മോശപ്പെട്ട സ്വഭാവം. ഒന്നും നല്ലതില്ല. ഒരു ശകലം പോലും നല്ലതെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലായിരുന്നു. നമ്മൾ ജഡമല്ലേ സഹോദരങ്ങളെ? സകല പാപവുമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി, അശുദ്ധിയെല്ലാം കർത്താവ് എന്ത് ചെയ്തു? രക്തം കൊണ്ട് കഴുകി നമ്മളെ ശുദ്ധീകരിച്ചു അല്ലേ? സ്വോത്രം. അല്ലെങ്കിൽ പണ്ടാണെങ്കിൽ മുമ്പത്തെ കർത്താവിനെ കണ്ടുമുട്ട് മുമ്പാണെങ്കിൽ പാപം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടേ പോവും. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് നമുക്ക് പലതിനും പറ്റുന്നില്ല. കാരണം എന്താ? കർത്താവ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെടുത്തിരിക്കുന്നത് കൊണ്ട് പ്രത്യാശ അതിൽ വെച്ചുകൊള്ളണം. കർത്താവ് പ്രത്യക്ഷപ്പെടാറായി. അപ്പം നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി കർത്താവിൻ്റെ വരവിൽ ഉറപ്പിച്ച് നിന്നോളണം. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്ന പൈതലിനോട് ദൈവം പറയുകയാണ്, പണ്ടുണ്ടായിരുന്ന ഒന്നും നീ തിരിച്ചു വരാൻ വിട്ടുകൊടുക്കരുത്. പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു സ്വഭാവവും തിരിച്ചു വരാൻ വിട്ടുകൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. പല ഭവനങ്ങൾ പല വിഷയങ്ങളാണ്. ഒരാളായിരിക്കും ആ വീട്ടിനകത്ത് തുടക്കം ഉണ്ടാക്കുന്നത്. ഒരാളായിരിക്കും. ആ കുടുംബം എന്ത് ചെയ്യും? തകർന്ന് നാമാവശേഷം. കുടുംബം എന്ത് ചെയ്യും? അവർ പോലും അറിയില്ല. ദുഷ്ടനായൻ കടന്നായിരിക്കും ആ വീട്ടിനകത്ത് അടി ഉണ്ടാക്കിക്കുന്നത്. അടിച്ച് തകർത്ത്, കുടുംബം തകർത്ത് രണ്ട് വഴിയിലാക്കുന്ന എത്രയോ ഭവനങ്ങളുണ്ടെന്നറിയാമോ? ഒരാളായിരിക്കും കാരണം. നിസ്സാര കാര്യമായിരിക്കും കാരണം. ഇത് ആരാണ് തകർക്കുന്നത്? ദുഷ്ടനായവൻ. അതുകൊണ്ട് കർത്താവ് പറയണം, പണ്ട് നിനക്കുണ്ടായിരുന്നത് ഒന്നും നിൻ്റെ അകത്ത് വരല്ല. വന്നാൽ നിൻ്റെ കുടുംബം തകരും, ജീവിതം തകരും. കുടുംബം സമാധാനത്തോടെ പോകുന്ന കുടുംബം തകർന്ന് തരിപ്പണാകും, ഒന്നും ഇല്ലാതാകും. സ്തോത്രം. അതിനേക്കാളും അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ കേട്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പോയാൽ ഒരുവിധം കർത്താവിൻ്റെ കൃപയിൽ അങ്ങനെ പോകും. കേട്ടില്ല എന്നും
കണ്ടില്ല എന്നും. ആ, ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നിടത്ത്, ഞങ്ങളെ വീട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഒരു വീടുണ്ട്. ഞാൻ കഴിഞ്ഞ നാളിൽ എൻ്റെ മോനോട് പറഞ്ഞു, അതിൽ അവിടെ കുറച്ച് 2-3 വീട്ടിൻ്റെ മണ്ടയിൽ വെച്ചിരിക്കുകയാണ്. കണ്ണ് കണ്ടുകൂടാ, ചെവിയായിട്ടുകൂടാ, 3 ഇവിടെ പൊത്തിയിരിക്കുന്നു, ഇവിടെ പൊത്തി, കണ്ടില്ല, കേട്ടില്ല, സംസാരിച്ചില്ല, കണ്ടുമില്ല. ആ 2-3 കൊച്ചു പിള്ളേരെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവർ വേറെ എന്തെങ്കിലും അർത്ഥത്തിലായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്, എനിക്കറിഞ്ഞില്ല. പക്ഷേ എനിക്കതിന്ന് പഠിക്കാൻ പറ്റുന്നത് കാണണ്ടാത്തത് കാണാനും, കേൾക്കണ്ടാത്തത് കേൾക്കാൻ, ദൈവ പൈതലിന് ആവശ്യമില്ലാത്തതിനെ കാണാനും കേൾക്കാനും, വായ കൊണ്ട് സംസാരിക്കാതെ ക്രിസ്തുവിലുള്ളത് നോക്കിപ്പോയാൽ, ഓ ജീസസ്, കുടുംബം എന്തൊരു സമാധാനം എന്നറിയാമോ? കല്ലിൽ ഒരാൾ ചാടി പൊടിച്ചു വന്നാലും മറ്റേ ആൾ പാറ പോലെ അങ്ങിരുന്ന അവർ കുറച്ച് നേരം പതുക്കെ 2 കൈ തട്ടിയ ഒരാളിൻ്റെ കൈയടിയാണെങ്കിൽ ഒരാളുടെ സൗണ്ട് അങ്ങ് കേട്ട് കുറച്ച് കഴിയുമ്പം 2 പേരും കൂടെ നിന്നാലാ, 5 പേരും ഒരുമിച്ച് നിന്നാലാ 5 വാക്കത്തി അവിടെ എടുക്കും വീട്ടിനകത്ത്. 5 വെട്ടാവും. എന്തൊക്കെ നടക്കുന്നത് അറിഞ്ഞൂടെ. ഇതിന് നമ്മൾ ആര് വേണം? കർത്താവ് പറയണം, മക്കളെ നീ സ്വർഗീയ പൈതലാണ്. നിനക്കിനി ഈ പണ്ടത്തെ അജ്ഞാന മോഹങ്ങളൊന്നും നിനക്ക് അറിഞ്ഞുകൂടാത്ത കാലത്ത് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഒന്നും വരല്ലേ. സ്തോത്രം. അത് വന്നുകൂടെ നിനക്ക്. നീ കർത്താവിൻ്റെ വരവിൽ പൂർണ്ണ പ്രത്യാശ വെച്ചോളണം, മനസ്സ് ഉറപ്പിച്ചോളണം, നിർമ്മതനായിക്കൊള്ളണം. നീ പണ്ട് നിന്റെ ജീവിതത്തിനകത്ത് പലതും ചിലതും ഒക്കെ വന്നു. പക്ഷേ ഇനി ക്രിസ്തു ആയിരിക്കണം നമ്മളിൽ നിറഞ്ഞിരിക്കേണ്ടത്. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. നിസ്സാര വിഷയത്തിന് നമ്മൾ എന്ത് ചെയ്യും? തകർന്ന് തരിപ്പണമായി എന്തോ ഒരു വല്ലായ. പക്ഷെ അതേസമയം നമ്മളൊരു തെറ്റ് ചെയ്ത ഇതുപോലെ ആവുന്നതായിട്ടില്ല. നിസ്സാര എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തകരും, കരയും, അലറി വിളിക്ക്, സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നരകത്തിൽ പോകുന്ന ഒരു പാപം ചെയ്ത ഇതുപോലൊരു കരച്ചിലൊരു വീണ്ടും ചെയ്തോണ്ടേ പച്ചവെള്ളം കുടിക്കും പോലെ. അതേസമയം നിസ്സാര കാര്യത്തിനെങ്കിലോ നമ്മൾ പൊട്ടിക്കരയും, തകരും, ഹൃദയം നോവും, ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ പാപം ചെയ്താലേ ഇതൊന്നും, കാരണം പാപമേ നമ്മളിലുള്ളൂ. അതാണ് കാര്യം. സ്തോത്രം. നമ്മൾ അത് മാത്രമേ ഉള്ളൂ, നല്ലതൊന്നുമില്ല. അതാണ് ഈ പ്രശ്നം വരാൻ കാരണം. അപ്പോൾ കർത്താവ് പറയുന്ന, മക്കളെ നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ അശുദ്ധി എന്ന് പറയുന്ന സാധനമേ ഇല്ല. 3ാമത്തെ കാര്യം അതാണ്. 1, സ്തോത്രം, നിന്റെ മനസ്സ് ഉറപ്പിച്ചോളണം. നീ ഇവിടുത്തെ ആളല്ല, യേശു വരാറായി, നീ കയറി അങ്ങ് പൊക്കോളണം, കർത്താവിൻ്റെ അടുത്ത് വരണം. ഞാൻ വരുമ്പോൾ നീ എൻ്റെ കൂടെ വരണം. അതുകൊണ്ട് നീ പണ്ടുള്ളതൊന്നും നിന്റെ ജീവിതത്തിൽ വരരുത്. അപ്പം വരരുതെന്നോ ഞാൻ അർത്ഥം എന്താ? വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അകന്നു പോകുമ്പോൾ ചിലതും പലതുമൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതിനൊന്നും നീ ഇടം കൊടുക്കരുത്. എന്തുകൊണ്ട്? കർത്താവ് വിശുദ്ധനാകൽ. വായിച്ചെടുത്ത വരി. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, കണ്ടോ, വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള യേശുക്രിസ്തു പിതാവിനെ മൊത്തം അനുസരിച്ചു. ഒരിടത്ത് പോലും യേശുവില് അനുസരണക്കേട് വന്നില്ല. എല്ലായിടും അനുസരിച്ചു. കാരണം കർത്താവിൻ്റെ ശബ്ദം കേട്ട അതിൻ്റെ അപ്പുറത്ത് ഒരു വാക്കും നമ്മൾ നോക്കിയാൽ മതി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 വായിച്ചാൽ ഇതിനകത്ത് 4 വായിക്കും. ഇത് മൊത്തം യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശുവിന് പിതാവ് പറയാത്തതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്വതവേ യേശു ക്രിസ്തു ഒന്നും എന്ത് ചെയ്തില്ല. കർത്താവ് സ്വതവേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ സ്വന്തമായിട്ട് യേശു ക്രിസ്തു ഒന്നും വായിച്ച് 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കണ്ടോ? അപ്പോൾ പുത്രൻ, അടുത്ത വരി ഇവിടെ, അവൻ ചെയ്യുന്നത് എല്ലാം പുത്രന് അവണ്ണം തന്നെ ചെയ്യും. പിതാവ് എന്ത് ചെയ്യും? അത് എന്നെ പുത്രന് അവണ്ണം അതുപോലെ ചെയ്യുന്നു. അടുത്ത്, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നു. 2, കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. ആശ്ചര്യപ്പെടുമാറുള്ള പ്രവൃത്തികൾ പോലും ആര് കാണിച്ചു കൊടുക്കുന്നു? പിതാവ് പുത്രന്. ഇത് കണ്ടിട്ടാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് നമ്മളെ കാണുന്നതാണ്. മക്കളെ, ദൈവം വിശുദ്ധൻ, വിളിച്ച വിശുദ്ധനാകുന്ന കർത്താവ് ആണ് നമ്മളെ വിളിച്ചത്, അല്ലേ? അതുകൊണ്ട് അജ്ഞാന കാലത്തുണ്ടായിരുന്ന ഒന്നിനും മാതൃകയാക്കാതെ നമ്മൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. അടുത്ത വരി, എല്ലാ നടപ്പിലും, ഒരു നടപ്പിലല്ല. കണ്ടോ?
എല്ലാ രീതിയിലും ഏതെല്ലാം ഭാഗമുണ്ടോ എല്ലാ നടപ്പിലും യേശു വിശുദ്ധനായിരുന്നു. യേശു എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ള ഒരാളെ ഉള്ളത് യേശു. സ്തോത്രം. അപ്പൊ നമ്മളോട് പറയാണ് വിളി വലുതാണ്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുകയും ഇല്ല. കർത്താവെ ഞാൻ വീണു എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടുത്താൻ ദൈവം ഉണ്ട്. കണ്ടോ, വിളി വലുത്. ആരെ പോലാവാനാണ് വിളി? യേശുവിനെ പോലാകാൻ. അത് എല്ലാ നടപ്പിലും കണ്ടോ, എല്ലാ നടപ്പിലും, ഒരു നടപ്പിലോ 2 നടപ്പിലോ 3 നടപ്പിലോ അല്ല, എല്ലാ നടപ്പിലും. ഒന്നുകൂടെ വായിച്ച എല്ലാ നടപ്പിലും വിശുദ്ധരാകും. അടുത്ത വരി, ഞാൻ വിശുദ്ധൻ ആകയാൽ. ഓ വായിച്ചേ, നിങ്ങളും എങ്ങനെ ഇരിക്കണം? കണ്ട, കർത്താവ് പറയണ നമ്മളെ വിളിച്ച ദൈവം എപ്പോഴും വിശുദ്ധനാണ്. കർത്താവ് പറയണം നമ്മളും അതുപോലെ ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. സ്തോത്രം. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരു വിശുദ്ധ പൈതലായി ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്താൽ നിറഞ്ഞ് ഓരോ സെക്കൻഡ് ജീവിക്കണം. നമുക്കെതിരെ ഒരുപാട് കാറ്റും തിരമാല പോലത്തെ വാക്കുകൾ നമ്മളെ പരാജയപ്പെടുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, ദൂഷിക്കുന്ന, തള്ളിപ്പറയുന്ന, ഒറ്റപ്പെടുന്ന പലതും വരും. പക്ഷെ ചിലതൊക്കെ കേട്ടില്ല എന്നും കണ്ടില്ല എന്നും അറിഞ്ഞില്ല എന്നും സ്തോത്രം ഒന്നും എനിക്കറിയത്തില്ല സ്തോത്രം എന്ന് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ദൈവകൃപയിൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ കാണുന്നിടത്തൊക്കെ നമ്മൾ സ്തോത്രം പ്രശ്നത്തിന് പോയാൽ അതിനേ നേരം ഒരു കാറ്റ് അടിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ല. കാറ്റിൻ്റെ ഇഷ്ടം ചെയ്തിട്ട് അങ്ങ് പോട്ടെ. സ്തോത്രം. എന്നാൽ അതിനെ ശാന്തമാക്കുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ നമ്മൾ ദൈവഭാഗത്ത് അങ്ങ് ഇരിക്കുമ്പോൾ ബാക്കിയെല്ലാം കലങ്ങി മറിയും. ദൈവത്തിന് സ്തോത്രം. കലങ്ങി മറിഞ്ഞ് അത് തെളിഞ്ഞ് പുറത്ത് ഒരു ദിവസം വരും. ഹല്ലേലൂയ. ഒരു മുത്തായിക്ക് കർത്താവ് പുറത്ത് കൊണ്ടുവരും. നമ്മൾ സൈലൻ്റായിട്ട് അങ്ങ് ഇരുന്ന് കൊടുത്താൽ, ക്ഷമയോടെ ഇരുന്ന് കൊടുത്താൽ മതി, മിണ്ടാതിരുന്ന് കൊടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഈ കടലിലൊക്കെ ആണെങ്കിൽ, കടൽക്കരയിലൊക്കെ ഇപ്പോഴല്ല, മുമ്പ് കടൽക്കര പോകുമ്പോൾ, എൻ്റെ കൊച്ചിലേക്ക് കടൽക്കരയിൽ ഈ കോവളത്തും ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളുണ്ട്, മത്സ്യം പിടിക്കുന്ന ആൾക്കാരുടെ മക്കളുണ്ട്. അവർക്കൊക്കെ ഈ കടലിൽ ചാടിയും ഇതും പറക്കിയൊക്കെ അവർക്ക് നല്ല പ്രാക്ടീസാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പിള്ളേരെയൊക്കെ ടൂറിനൊക്കെ കൊണ്ടുപോകുമ്പോഴും അല്ലാതെ പോകുമ്പോൾ പിള്ളേർ ചുമ്മാ ഈ പിള്ളേർ ചാടുന്നത് കാണാൻ വേണ്ടി ടൂറിന് പോകുന്നവരും ടൂറിസ്റ്റുകാരെല്ലാം പൈസ തൊട്ട് വെള്ളത്തിനകത്ത് നമ്മളൊക്കെ കിടന്ന് നെഞ്ചിടിക്കും. ഈ കുഞ്ഞെടുത്ത് ചാടി ഈ വെള്ളത്തിനകത്ത് പോകത്തില്ലെന്ന് വിചാരിക്കും. വലിയ തിര ഇങ്ങി മുകളറ്റം വരുന്ന തിര വരും. അപ്പോൾ ഉണ്ടല്ലോ ഈ കുഞ്ഞ് വെള്ളത്തിനകത്ത് ചാടിയിട്ട് താന്നങ്ങിരിക്കും. ഈ വലിയ തിര വന്ന് ആ കരയിൽ നിന്ന് ഈ മണ്ണെല്ലാം അടിച്ച് പുറത്തങ്ങ് കൊണ്ടുപോകുന്നത് വരെയും ഈ കുഞ്ഞ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ തിര തിരിച്ചു പോകുമ്പോൾ ഈ കുഞ്ഞ് പതുക്കെ എണീറ്റ് ചിരിച്ചുകൊണ്ട് കയറി വരും. എന്താണ് ചിരിക്കാൻ കാരണം? കിട്ടി, പൈസ കയ്യിൽ കിട്ടി. കണ്ടോ, ആ കുഞ്ഞ് ആ തിര കണ്ടപ്പോൾ ചാടി എണീറ്റെങ്കിലോ ഈ വലിയ തിര തിരിച്ചു പോയപ്പോൾ എന്ത് ചെയ്യായിരുന്നു? ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ട്. പക്ഷെ കുഞ്ഞ് താന്നു കൊടുത്തതുകൊണ്ട് തിര കൊണ്ടുപോയില്ല, അത് താന്നു കൊടുത്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ എന്ത് ചെയ്യല്ലേ? പതറരുത്. അവിടെ എല്ലാം നമ്മൾ താണു കൊടുത്താൽ ആമേൻ സ്തോത്രം, ഒരു ദിവസം ഒരു വിജയം കാണും. ഹല്ലേലൂയ. താണു കൊടുക്കണം. ഒന്നും നമുക്ക് പറയാനില്ല, പകരം പറയാനും സംസാരിക്കാനും വേറെ ഒന്നും പറയാനും ഒന്നും നമുക്ക് ഇല്ല. താണം കൊടുക്കുക. നമ്മൾ കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല, സൈലൻ്റായിട്ട് അങ്ങ് ഇരുന്ന് കൊടുക്കുക. ഒരു കൈ അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് നിർത്തിയിട്ട് പോകും. മിണ്ടാതെ ഇരുന്നാൽ മാത്രം മതി. മറുപടി മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ ഒക്കെ നമ്മളെ സൈലൻ്റാക്കി ഇരുത്തും ദൈവം. ചിലപ്പോൾ മറുപടി പോലും നമ്മളെ ഇരിക്കുന്നിടത്ത് പോലും ചിലപ്പോൾ പതുക്കെ എഴുതിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ പറഞ്ഞങ്ങ് വിടും. നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, പോയെന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ശബ്ദമൊക്കെ? സ്വത്രം. ഈ കർത്താവ് ശബ്ദം സംസാരിക്കും. നീ ഇവിടെ ഇപ്പം നിൽക്കണ്ട, ഇപ്പം നിന്നാൽ ശരിയാവില്ല, നീ പതുക്കെ അങ്ങോട്ട് മാറിക്കോ, അപ്പുറത്തെ മുറിയിലോട്ട് പോകുമെന്ന് പറയും, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമെന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് യേശു സംസാരിക്കും. കാരണം ചില സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ചിലതെല്ലാം 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് ഉണ്ടാകാം. അവിടെ എല്ലാം ഒരു ദൈവം നിൽക്കുമ്പോൾ ഒന്നുകിൽ സൈലൻ്റായിട്ട് നിൽക്കുക. കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഇടപെടും. എന്ത് ചെയ്യണമെന്ന് അർത്ഥത്തിൽ അത്രമാത്രം നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. നമ്മുടെ വിളി വലുതാണ്. കർത്താവിൻ്റെ മക്കളെ മനസ്സുറപ്പിച്ചോ, കർത്താവ് വരാൻ സമയമായി. അതുകൊണ്ട് പണ്ടുള്ള ഒന്നും നിന്റെ ജീവിതത്തിൽ വരല്ലേ. സ്തോത്രം. എന്തുകൊണ്ട്? യേശു വിശുദ്ധനാകയാൽ നിങ്ങളും എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഒരു നടപ്പിലല്ല, എല്ലാ നടപ്പിലും. അടുത്ത വരി. ഞാൻ വിശുദ്ധനാകയാൽ അടുത്ത് അടുത്ത വരി. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ വിളിക്കുന്നു എങ്കിൽ എന്താണ് പ്രവാസകാലം പറഞ്ഞാൽ? നമ്മളിവിടെ പ്രവാസികളാണ്. നമ്മളിപ്പോൾ പ്രവാസികൾ എന്ന് വിളിക്കുന്ന ആരെന്നറിയാമോ? ഗൾഫിൽ പോകുന്നവരെല്ലാവരും നമ്മൾ ഇട്ടിരിക്കുന്ന പേര്. പക്ഷെ ദൈവം ഈ ലോകത്തിലുള്ള സകല ജനത്തിന് ഇട്ടിരിക്കുന്ന പേര്
അപ്പോൾ നമ്മൾ ഗൾഫിൽ പോകുന്നവരെ മാത്രം നമ്മളെ പോലെയുള്ള ഒരു ഇത് പ്രവാസിയാണെന്ന് പറയുമ്പം അർത്ഥം ഞാൻ ഈ ലോകത്തുള്ള ആളാണ്, മറ്റേ ആൾ പ്രവാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ട് പോകൂല, ഉള്ള കാലം ഞാൻ ഇവിടെ തന്നെ കാണും. മറ്റേ ആളാരാണ്? അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കർത്താവ് പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ആരാ? പ്രവാസികളാണ്. നമ്മുടെ സ്വന്തം ദേശം എവിടെയാണ്? നമ്മളെല്ലാവരും യാത്രക്കാരാണ് അല്ലേ? എല്ലാവരും ആരാണ്? ഒരു യാത്രക്കാരനാണ്, യാത്രക്കാരിയാണ്, യാത്രക്കാരനാണ്. നമ്മളെ യാത്ര കഴിയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കും? യേശുവിൻ്റെ അടുത്ത് നിൽക്കും. യാത്ര തീരുന്നത് അവിടെയാണ്. യേശുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ യാത്ര തീരും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും. കാരണം എന്താ? കർത്താവ് നമ്മളെ കണ്ടു, വിളിച്ചു, വേർതിരിച്ചു, തൻ്റെ രക്തത്താൽ കഴുകി തൻ്റെ സ്വന്തമാക്കി നമ്മൾ എന്ത് ചെയ്തു? മാറ്റി, സ്വന്തമാക്കി മാറ്റി. നമുക്കൊരു ഉറപ്പ് തന്നു, മക്കളെ സ്തോത്രം, നീ നടന്ന് 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 വരുന്നത് എൻ്റെ അടുത്താണ്. ശത്രുവിന് തൊടാൻ പറ്റാത്ത, ഇരുട്ടിന് തൊടാൻ പറ്റാത്ത, അന്ധകാര ശക്തിക്ക് പിടിക്കാൻ പറ്റാത്ത, കണ്ണുനീരും വേദനയില്ലാത്ത, നിന്നയും ദുഷിയില്ലാത്ത എൻ്റെ അടുത്താണ്. ഓഹോ, നിനക്ക് വേണ്ടി മരിച്ച എന്നെ നീ നേരിട്ട് കാണുന്ന ഒരു സമയമുണ്ട്, അവിടേക്കാണ് വരുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഭാരപ്പെടരുത്. നമ്മൾ നടന്ന് നടന്ന് എവിടെ എത്തും? യേശുവിൻ്റെ അടുത്തിരിക്കും. യേശുവിൻ്റെ അടുത്ത് ചെല്ലൂല്ലേ? നമ്മൾ നടന്ന് നടന്ന് എവിടെ എത്തും? യാത്രയിലാണ്, ഒരു യാത്രയിലാണ്. യാത്രയുടെ അവസാനത്ത് എവിടെ ചെല്ലും? യേശുവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കൂലേ? അല്ലെങ്കിൽ ഇരിക്കൂലേ? ഹല്ലേലൂയ, സ്തോത്രം. ആ മാറിൽ ചാരുമില്ലേ? നമ്മൾ ഈ യാത്രയുടെ അവസാനം ആ മാറിൽ ചെന്ന് ചാരി നിൽക്കൂലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതായിരിക്കണം എപ്പോഴും നമ്മുടെ സ്വപ്നം. ആമേൻ. നമ്മുടെ സ്വപ്നം അതായിരിക്കട്ടെ, എല്ലാ നിമിഷവും സ്വപ്നം അതായിരിക്കട്ടെ. ഞാൻ നടക്കുകയാണ്, ഞാൻ യാത്രയിലാണ്, യാത്രയുടെ അന്ത്യത്തിൽ ഞാൻ യേശുവിൻ്റെ പറ്റിച്ചെന്ന് ഇരിക്കും. വേറൊന്നിനും എന്നെ പിടിച്ച് കുലുക്കം. കണ്ടോ, നിങ്ങൾ ആ റൂട്ട് കാണണം, ആത്മാവിൽ കാണാൻ നമുക്ക് കൃപ തരട്ടെ. ആത്മാവിൽ കാണണം, ആ റൂട്ട് കാണണം. അതിനിടയ്ക്ക് നമ്മളെ ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് നമ്മളെ പലതിലേക്ക് നമ്മളെ തെറ്റിക്കാൻ പല ആരിലൂടെയെങ്കിലും ഒക്കെ കളിക്കും. വീട്ടിനകത്തുള്ള ആരിലൂടെയെങ്കിലും ഒക്കെ, പുറത്തുള്ളവരിലൂടെയും നമ്മൾ അറിയാത്തതൊക്കെ പറഞ്ഞെന്ന് വരും. പറയട്ടെ, പറഞ്ഞ എന്താ കുഴപ്പം? സ്തോത്രം. പറഞ്ഞെന്ന് ഒരു ചുക്ക് സംഭവിക്കാൻ നമ്മളറിയുന്ന ഒരു ദൈവമില്ലേ? പിന്നെ എന്തിന്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് എൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് 100 അല്ല, 50 അല്ല, 5000 അല്ല, ലക്ഷക്കണക്കിന് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. മനസ്സാവാത അറിയാത്തായിരിക്കും. ഞാൻ കേട്ട് സ്തോത്രം പറഞ്ഞിട്ടങ്ങ് സ്തോത്രം. അവിടെ ഒന്നും പറയാൻ, ഒരു കാര്യം പറയാൻ, അതിൻ്റെ പുറകെ ഈ ഭൂമി പോലും നമ്മൾ എല്ലാം അടിച്ച് ഇതും എല്ലാം പോക്ക് കേസാകുമായിരുന്നു. അതേസമയം കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല, ഒന്നും പറയേണ്ട കാര്യമൊന്നും നമുക്ക്. അതാ യേശു കർത്താവ് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, ഇവനുമായിട്ട് എനിക്കൊരു ബന്ധവും നമുക്ക് ബന്ധം ആരോടാ? യേശുവിനോട്. ഓ, ലോകത്തിന്റെ പ്രഭു വരുന്നു, പരദൂഷണവുമായിട്ട് വരുന്നു, ലോക അപവാദമായിട്ട് വരുന്നു, അതും ഇതും ചപ്പും ചവറുമായിട്ട് വരുന്നു. ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് നടന്ന് അപ്പൻ്റെ അടുത്ത് കയറിപ്പോകാൻ എത്താറായപ്പോ എന്നെ തടഞ്ഞു വെച്ച് മാറ്റിവിടാൻ ഇതാ ശത്രു വരുന്നുണ്ട്. യവനുമായിട്ട് എനിക്ക് ഒരു ബന്ധവും. പിന്നെ നമ്മളെ ബന്ധം ആരോടാ? ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ബന്ധം യേശു മാത്രമായിട്ടാണ് സഹോദരങ്ങളെ, വേറെ ഒരു ബന്ധവും ഇല്ല. ഈ ദേശം നമ്മുടെ അല്ല, ഈ ലോകം നമ്മുടേതല്ല, ഇതെല്ലാം നമുക്ക് ശാശ്വതമായിട്ടുള്ളതല്ല. നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. നമ്മുടെ ദേശം ഇതല്ല, നമ്മളൊരു യാത്രയിലാണ്. യാത്രയുടെ അവസാനം നമ്മൾ ചെന്ന് നോക്കുന്നത് യേശുവിനെയാണ്. അപവാദം വരുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് നമുക്ക് ഇവിടെ ഒരു പ്രശംസയും ആരും പുകഴ്ത്തണ്ട, ആരും പ്രശംസിക്കുകയും വേണ്ട, ആരും പുകഴ്ത്തുകയും വേണ്ട. എൻ്റെ കർത്താവിന് എവിടെയെങ്കിലും പ്രശംസ കിട്ടിയോ, പുകഴ്ച കിട്ടിയോ, മാനം കിട്ടിയോ, ബഹുമാനം കിട്ടിയോ, എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, സർവശക്തനാകുന്ന ദൈവത്തിന് ഒരു മാനം കിട്ടിയില്ല. മുൾക്കിരീടവും അടിയും അർത്ഥനഗ്നനാക്കിയിട്ട് സ്തോത്രം അടിയും കൊടുത്ത് അങ്ങ് അറ്റം വരെ അടിച്ചെങ്കിൽ, സ്തോത്രം കപ്പക്കാടി കൊടുത്തെങ്കിൽ, സഹോദരങ്ങളെ, അപ്പൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളോ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും ആൾക്കാർ നിന്ദിക്കുന്നത്, ദുഷിക്കുന്നത്, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. നമ്മളെ പൊക്കി പറയുന്നല്ല, നമ്മളെ തരം താഴ്ത്തി കാണിക്കും പലരും. പക്ഷെ അവിടെയും മറന്നു പോകരുത്. ഹല്ലേലൂയ, നമുക്കൊരു വിളി കിടക്കുന്നത് കൊണ്ടാണ് ഇതുള്ളത്. നമുക്കൊരു വിളി ഉണ്ടെങ്കിൽ ഇതൊക്കെ വരും. വിളി ഇല്ലെങ്കിൽ എല്ലാവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ട്. വിളി ഉണ്ടെങ്കിൽ പല കൂട്ടത്തിൽ നമ്മൾ വേർതിരിയും പലരിലൂടെയും പല സംഭാഷണവും കേൾക്കും. നമ്മൾ മനസാക്ഷി അറിയാത്ത പേടിക്കരുത്. നമ്മൾ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അടുത്ത വരി വായിച്ചേ. കണ്ടോ, വ്യർത്ഥവും ആവശ്യമില്ലാത്ത വ്യർത്ഥമായ പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്. കണ്ടോ, നമ്മൾ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. വ്യർത്ഥവും അപ്പനും അമ്മയും കണ്ടതും അവർ നടന്നതും അവർ പോയതുമായ കാര്യങ്ങൾ ഓർത്ത്
നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മൾ നടന്ന അങ്ങനെയാണ് നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇതൊന്നും കൊണ്ടല്ല എൻ്റെ ദൈവം എന്നെ നിങ്ങളെ വീണ്ടെടുത്തത്. സ്തോത്രം. കർത്താവ് പറയുന്നു, മക്കളെ, 1 കിലോ സ്വർണം കൊടുത്തോ 5 കിലോ സ്വർണം കൊടുത്തോ ഒന്നും അല്ല നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയത്. വെള്ളി കൊടുത്തോ സ്വർണം കൊടുത്തോ മറ്റൊന്നും കൊടുത്തല്ല നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. അടുത്ത ഒരു വായിച്ചേ. കണ്ടോ, ആർക്കും കൊടുക്കാൻ പറ്റാത്തതാണ് യേശു കൊടുത്തത്, യേശുവിൻ്റെ രക്തം. ആ രക്തത്തിന് വ്യത്യാസമുണ്ട്. മനുഷ്യൻ രക്തം കൊടുത്താലും രക്തം കൊടുക്കുന്ന ദാനം ചെയ്യുന്നവരുണ്ട്, പക്ഷേ ആ രക്തത്തിൽ പാവമുണ്ട്. പക്ഷേ യേശുവിൻ്റെ രക്തത്തിന് പാവം ഇല്ലാതെ ഉള്ളൂ. യേശുവിൻ്റെ രക്തത്തിന് പാവം മോചിപ്പിക്കാനുള്ള ശക്തിയേ ഉള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ രക്തം മറ്റൊരാളിന് ആവശ്യമുള്ള രക്തം കൊടുക്കുക അല്ലേ, കുപ്പിയിലെടുത്ത് കൊടുക്കൂലേ, കൊടുക്കും. പക്ഷേ ആ രക്തത്തിന് പാവം മോചിപ്പിക്കാനുള്ള ശക്തിയില്ല. ആ രക്തത്തിൽ പാവവും ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് പാവം മോചിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ആ രക്തം ഇന്നും ജീവിക്കുന്നതാണ്. ആ രക്തം ഇന്നും പ്രവർത്തിക്കുന്നതാണ്. ഈ രക്തം കൊണ്ടാണ് കൊടുംപാവികളായ എന്നെയും നിങ്ങളെയും പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായി വിലയേറിയ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. നമ്മളെ വീണ്ടെടുത്ത് ഏതുകൊണ്ടാണ്? യേശുവിന്റെ രക്തം പറയുമ്പോൾ അന്ധകാര ശക്തി വിറയ്ക്കും. ആമേൻ. രക്തം പറയുമ്പോൾ പിശാച് അലറി ഓടും. യേശുവിന്റെ രക്തം പറയുമ്പോൾ ഒരു ദുഷ്ടശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല, കാരണം രക്തത്തിന് അത്ര ശക്തിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത് ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. നമ്മൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. കർത്താവിൽ പ്രത്യാശ വെച്ചോളണം. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത അധ്യായം വായിച്ച് ആകയാൽ അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് വായിച്ചു വന്നിട്ട് നമുക്ക് സത്യം അനുസരിക്കായ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കും. ഹൃദയപൂർവ്വം. എങ്ങനെ? അധരം കൊണ്ടല്ല, ഹൃദയപൂർവ്വം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശുദ്ധ ചുംബനങ്ങളാൽ അന്യോന്യം വന്ദന ചെയ്യും. വിശുദ്ധ ചുംബനം. വാക്കെങ്ങനെ? വിശുദ്ധ ചുംബനം കൊടുക്കുന്ന അർത്ഥം എന്താ? ഞാൻ ഒരാളിനെ ചുംബിക്കുമ്പോൾ അത് ഞാനായിരിക്കല്ലേ, യേശുവായിരിക്കണം. ആ വരി എന്നെ അങ്ങ് തൊട്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിതാ ഒരാളിന് ചുംബനം കൊടുക്കുന്നു, അത് എൻ്റെ ചുംബനം ആയിരിക്കല്ലേ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നിറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ചുംബനം ആയിരിക്കണം. വിശുദ്ധ ചുംബനത്താൽ. കണ്ടോ, വിശുദ്ധ ചുംബനം. ശുദ്ധ ചുംബനം എന്നല്ല, പിന്നെ വിശുദ്ധ ചുംബനം എന്ന് വെച്ചാൽ കപടമില്ലാത്ത ചുംബനം. കർത്താവ് യേശുവിൻ്റെ സ്വഭാവം നിറഞ്ഞിട്ടുള്ള ചുംബനം. ക്രിസ്തു എങ്ങനെ ചുംബിക്കും? അത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കളങ്കമില്ലാത്ത ചുംബനം, വേറെ ഒന്നും നോക്കാത്ത ചുംബനം, അല്ലേ? സ്തോത്രം. സ്നേഹം കൊണ്ടുള്ള ചുംബനം. അടുത്തവർ വായിച്ചേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? ദൈവത്തിന്റെ വചനത്താൽ. അടുത്ത വഴി. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. അടുത്ത് പുല്ലുവാടി പൂ തീർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട്. സകല ജഡം പുല്ലുപോലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രാവിലെ കാണുന്ന കുറച്ച് കഴിയുമ്പോൾ ആള് നഷ്ടപ്പെടുന്നു. രാത്രി വൈകുന്നേരം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇന്നലെ വൈകുന്നേരം കൂടെ ഞാൻ കണ്ടതാ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അറിയുന്നു. ഇത്രയേ ഉള്ളൂ സകല ജഡവും. മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. കർത്താവ് പറയുകയാണ്, സകല ജഡവും ഈ പുല്ല് പോലെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മക്കളെ. രാവിലെ പൂക്കളെല്ലാം വിടർന്ന് നിൽക്കൂലേ, വൈകുന്നേരം അത് വാടി കൊഴിഞ്ഞ്, ചിലത് കൊഴിയും, ചിലത് വാടി തളർന്ന് നിൽക്കും അല്ലേ. പൂക്കൾ നല്ല പുഷ്ടിയോടെ നിൽക്കില്ല, പക്ഷെ വിടരുമ്പോൾ നല്ല പുഷ്ടിയായിരിക്കും അല്ലേ. ചില മൊട്ട് രാത്രി നോക്കുമ്പോൾ നല്ല മൊട്ടായിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് വിടരാറായി നിൽക്കും അല്ലേ, ചെറുതായിട്ട്. പക്ഷെ രാവിലെ ആകുമ്പോൾ നല്ല പുഷ്ടിയോടെ നിൽക്കും. പക്ഷെ അത് വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ വാടും. ഇതുപോലെ ഉള്ളു മനുഷ്യൻ്റെ ജീവിതം. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഭംഗിയെല്ലാം പോകും. ഈ പുല്ലിൻ്റെ വില പോലും കർത്താവ് പറയണം. ഒന്നുകൂടെ വായിച്ച വരി. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭംഗി, അതിന്റെ അർത്ഥം എന്താ? എല്ലാ മനുഷ്യന്റെ നേട്ടവും
ഈ പുല്ലിന് വരുന്ന പൂവ് അത്രയേ ഉള്ളൂ. പുല്ലും പുല്ലിലെ പൂവ്. മനുഷ്യൻ പുല്ലെങ്കിൽ അതിലെ പൂവ് ഈ ലോകത്തിലുള്ള സകല നേട്ടവും പൂ പോലെ ഉള്ളൂ. അടുത്ത വരി. പുല്ല് വാടി പുല്ലും വാടി പൂവും താഴെ പോയി. അടുത്ത്. പക്ഷെ എന്നാലും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലിനൊരു നിത്യതയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാറ്റമില്ല മക്കളെ. നീ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാ? നീ പ്രവാസിയാണ് മക്കളെ. നീ കർത്താവിൻ്റെ രാജ്യത്തുള്ള പൈതലാണ്. കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. നീ കർത്താവിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. പണ്ടുണ്ടായിരുന്ന നിൻ്റെ അജ്ഞാന കാലത്ത് നീ മാതൃകയാക്കരുത്. പിണക്കവും വെറുപ്പും അസൂയയും വിദ്വേഷവും പകയൊന്നും നിൻ്റെ അകത്തൊന്നും വരല്ല്. നീ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നീ എല്ലാ നടപ്പിലും അനുസരണയോടെ ക്രിസ്തു യേശുവിനെ പോലെ വിശുദ്ധനായി മാറണം. കണ്ടോ? എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, നമ്മൾ പ്രവാസികളാണ്. അതുകൊണ്ട് പ്രവാസകാലം ഭയത്തോടെ എന്ത് ചെയ്യണം? കഴിക്കണം. ഭയത്തോടെ. സ്തോത്രം, ഹല്ലേലൂയ. ഭയത്തോടെ കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്താ? ഒരു പുല്ലിൻ്റെ വിലയേ ഉള്ളൂ നിനക്ക്. പുല്ലും പൂവും തമ്മിലുള്ളത് പോലെയുള്ളൂ. നീയും നിനക്കുള്ളത് ഇതേ ഉള്ളൂ മക്കളെ. അതുകൊണ്ട് അടുത്ത വരി വായിച്ചേ. അടുത്ത വരി. ആകയാൽ ഈ പുല്ല് പോലെ ഉള്ളു നമ്മള്, അതിന്റെ പൂ പോലെയുള്ള സകലതും. ആകയാൽ ഇത്രേ ഉള്ളു മക്കളെ. ആകയാൽ കണ്ടോ? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും. കർത്താവ് പറയണം, മക്കളെ ചതിയൊന്നും നിനക്ക് വേണ്ട, ദുഷ്ടതയൊന്നും വേണ്ട, വ്യാജഭാവം വേണ്ട. നീ വെറും പുല്ലും പുല്ലിലെ പൂവുമാണ്. കണ്ടോ? ഒന്നും നിനക്ക്, എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു നോക്കിയേ. ഒന്നും നിനക്ക് വേണ്ട. അടുത്ത്. അസൂയയും എല്ലാം നുണയും. ഒരാൾ നന്നായി അവരെ കാണുമ്പോൾ ഒരു അല്ലാത്ത ഒരു വിഷമം, ഒരു വിഷമം. നമ്മളെ മക്കളെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ നമ്മളെ കൂടെ അവരൊക്കെ രക്ഷപ്പെട്ടു, നമ്മൾ തോറ്റുപോയി. നമുക്ക് ഒരിടത്ത് എത്താൻ, നമ്മളെ മക്കൾക്ക് ഒന്ന് ഒരിടത്ത് എത്താൻ, ഇന്ന ആളൊക്കെ കൂടെ പഠിച്ച എല്ലാവരും ഇന്നടുത്ത് എത്തി. അത് കാണുമ്പോൾ ഒരു ഇത് അകത്ത് ഉണ്ടോ? സ്വന്തം. ഇത് എൻ്റെ പേരാണെന്തോന്ന്? അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല. ഈ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അയാൾ രക്ഷപ്പെടാനും എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞൊരു പരുവായി. ഇത് പോകണമെങ്കിൽ മരുന്നൊന്നുമില്ല. ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ഇനി മരുന്നില്ല. ഇനി ഒറ്റ മരുന്നേ ഉള്ളൂ. കർത്താവെ അയാൾക്ക് നല്ല രീതിയിൽ, അയാൾക്ക് നല്ല ജോലി കൊടുത്തിട്ട് സ്തോത്രം, നല്ല വീട് കൊടുത്തോണ്ട്, അവരെ നല്ല നിലയിൽ എത്തിച്ചുകൊണ്ട്, ഈ ഒറ്റ സ്തോത്രത്തിൽ എല്ലാം. വേറെ ഒരിടത്ത് അസൂയയ്ക്ക് മരുന്ന് കണ്ടില്ല. ബൈബിളിൽ മാത്രമേ ഉള്ളൂ മരുന്ന്. അത് സ്തോത്ര. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. അവരങ്ങ് അനുഗ്രഹിച്ചല്ലോ, അവരങ്ങ് നടത്തിയല്ല കർത്താവെ. യേശുപ്പച്ച ഇനിയും അവരെ അനുഗ്രഹിക്കണമേ. സ്തോത്ര അപ്പ. അവർക്ക് ജോലി കൊടുത്തല്ലേ സ്തോത്രം. അവർക്ക് വീട് കൊടുത്തല്ലേ സ്തോത്രം. അവർക്ക് വസ്തു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്രവരുണ്ട്? എവിടെ? കർത്താവെ ഇത് പറയുമ്പോൾ മറ്റത് വരുമില്ലെന്ന് നമുക്ക്. അതുകൊണ്ടല്ലാതെ നമുക്ക് സന്തോഷമുള്ളതുകൊണ്ടാണ് സ്തോത്രം പറയുന്നത്. സന്തോഷം വരണം. യേശു ആണെങ്കിൽ എന്ത് വരും? സ്തോത്രവും വരും, സന്തോഷവും വരും. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അല്ലെങ്കിൽ ചിലപ്പോൾ സ്തോത്രം പറഞ്ഞാൽ അകത്ത് അതങ്ങ് കിടക്കും. മറ്റങ്ങനെയല്ല. യേശു ആണെങ്കിൽ സന്തോഷം. ഒരാൾ നന്നായുമ്പോൾ നമുക്ക് അസൂയ വരില്ല. അതുകൊണ്ട് കർത്താവ് പറയണം, മക്കളെ ഇതെല്ലാം നിന്നെ നിന്ന് പോട്ടെ. എന്തുകൊണ്ട്? നീ പുല്ല് പോലെയാണ്, അതിലെ പൂ പോലെയാണ്. എത്ര വലിയ മിടുക്കിയെന്ന് പറഞ്ഞാലും ഇത്രേ ഉള്ളൂ നിൻ്റെ വില. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സ്വന്തം വായിച്ച് ഒന്നുകൂടെ വായിച്ച് 2:1 മുതൽ. ആകയാൽ വ്യാജഭാവം, പാപം നടിക്കുക, വ്യാജം, കള്ളഭാവം, പലതിൻ്റെയും കള്ളഭാവം. അടുത്ത വരി. അസൂയ എല്ലാം നുണയും നീക്കിക്കളഞ്ഞ്. നോണ 2 കിട്ടിയ 2 കൂടെ ഇട്ട് നമ്മൾ അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി വയ്ക്കും അല്ലേ? 2 നുണ കൂടെ കിട്ടിയാൽ അതിൻ്റെ കൂടെ ഒരു 10 കൂടെ ഇട്ട് 12 ആക്കി പുഷ്ടിപ്പെടുത്തി വെച്ച് വീട്ടുകാർ വരും പറഞ്ഞു കൊടുക്കും. ആടി. ചില ആൾക്കാരാണെങ്കിൽ അപ്പം വെട്ടാൻ പോകും. കണ്ടിട്ടില്ലേ? സ്തോത്രം. അതൊക്കെ നോക്കിയിരിക്കും. ചേട്ടാ എന്നെ അവരിങ്ങനെ പറഞ്ഞു കേട്ടാ. ചേട്ടൻ ജോലി കഴിഞ്ഞായിരിക്കും വരുന്നത്. നിന്നെ അങ്ങനെ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ വേഗം എല്ലാം മൺമട്ടി അല്ലെങ്കിൽ എന്ത് ജോലിക്ക് പോയാലും അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയാലും അവിടെ കൊണ്ട് ഇട്ടിട്ട് പിന്നെ അടുത്ത് വാളാണ് എടുക്കുന്നത്. വെള്ളം കുടിക്കേണ്ട ആൾ വാളെടുത്ത് നേരെ മറ്റേ വെട്ടും. പിറ്റേന്ന് കിടക്കുന്ന ഇവിടെ പത്രത്തിൽ മുഖത്ത് ഇങ്ങനെ മൂടി ഇങ്ങനെ വെച്ചു. വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. ഭർത്താവ് ഇപ്പോൾ ഇവിടെ പോലീസ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പത്രത്തിലും വാർത്തയിലും
യൂട്യൂബിൽ മൊത്തം കാണുന്നതാ മറ്റേ ആളിനെ വെട്ടിക്കൊന്നു, ഒറ്റ വെട്ട ആൾ തിന്നു. ഉണ്ടോ ചെറിയൊരു കുടുംബ പ്രശ്നങ്ങൾ? അപ്പോൾ ചിലരങ്ങനെയല്ല, കേട്ടാലും ആരോടും ഒന്നും പറയാൻ ഇത്ര വലിയ വിഷയമാണ് വന്നാലും അതിനെ ഒരു സെക്കൻഡ് കൊണ്ട് കത്തിച്ചങ്ങ് തറയിൽ ഷൂവാ. വലിയ പൊലിപ്പിക്കുന്ന വിഷയമായിരിക്കും ചിലപ്പം നമ്മളെ വീട്ടുകാർ കൊണ്ടുവരുമ്പോൾ നമ്മൾ കർത്താവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൈതൽ ഒരു വരി ഇതാ അത്രയേ ഉള്ളൂ അയ്യേ എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യും? കളയുമ്പോൾ ആ ചൂടോടെ വന്നവർ അടിക്കാൻ വന്നവരും കൂടെ എന്ത് ചെയ്യും? ചിലരങ്ങനെയല്ല, കുറച്ചുകൂടെ അങ്ങ് മൂട്ടി വിട്ട് കൊടുക്കും, കുറച്ചുകൂടെ കത്തിച്ച് വെച്ച് കൊടുക്കും, പെട്രോളും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. ആൾ വയലൻ്റായി, കുടുംബം മൊത്തം ക്രിസ്തുവുള്ള പൈതൽ അങ്ങനെ അല്ല. അതിന് വ്യത്യാസമുണ്ട്. കൂട്ടടി ഉണ്ടാക്കാൻ, നുണ ഉണ്ടാക്കാൻ, അടി ഉണ്ടാക്കാൻ പോകില്ല. കാരണം അയാളുടെ അകത്ത് ക്രിസ്തു ഇരിക്കുക. ഹല്ലേലൂയ. വലിയ വിഷയം വരുമ്പോഴും അയാൾ ശാന്തതയോടെ നിൽക്കും. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് നാബാലും അബീഗയിലും. സ്തോത്രം. നാബാൽ ദുഷ്ടനായിരുന്നു അല്ലേ, നീചനായിരുന്നു. പക്ഷെ അബീഗയിൽ അങ്ങനെയല്ല. നാബാലിൻ്റെ ദുഷ്ടത കണ്ട് ദാവീദും ഒരു കൂട്ടം പേർ തകർക്കാൻ വരികയാണ്. വരുന്ന വഴിക്ക് അബീഗയിൽ ഒരു കൂട്ടം സാധനം കൊണ്ട് ആരെ എതിരേറ്റു? ദാവീദിനെ എതിരേറ്റു. താഴെ വീണു. യജമാനനെ, ദൈവമാണ് നിന്നെ, ദൈവം തടുത്തിരിക്കുന്നു അബീഗയിൽ അവിടെ അബീഗയിൽ പറയുന്നത്. കർത്താവിൻ്റെ ദാസനെന്നാണ് ദാവീദിനെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു സൈന്യത്തെ കർത്താവിൻ്റെ ആത്മാവിൽ ചെന്ന് തടഞ്ഞു നിർത്തുകയാണ് ഒരു സഹോദരി. കണ്ടോ, വലിയ തീ പോലെ ആളിക്കത്തി വരുന്ന പ്രശ്നത്തെ അബീഗയിൽ എന്ന സഹോദരി ആത്മാവിൽ ചെന്ന് വലിയ ഒറ്റപ്പൊന്തൽ പോലെ ഇപ്പം കത്തിച്ച് എല്ലാത്തെയും കൊല്ലുമെന്ന് പറഞ്ഞ് വരികയാണ്. അവിടെയുള്ള പുരുഷന്മാരെല്ലാം കൊല്ലാനാണ് വന്നത്. അതനുസരിച്ചാണ് വന്നപ്പോൾ ഒരു സഹോദരി ആത്മാവിൽ നിറഞ്ഞ് അവിടെ ചെന്നെന്ന് പറഞ്ഞു, സമാധാന വാക്ക് പറഞ്ഞു. സമാധാന വാക്ക് പറഞ്ഞപ്പോൾ അവർ കൊല്ലാൻ വന്നവർ എന്ത് ചെയ്തു? ശാന്തരായി, ദൈവകൃപയിൽ നിറഞ്ഞു. ഈ സഹോദരി കൊണ്ടുപോയത് വാങ്ങി ഭക്ഷിച്ചു. ദൈവകൃപയിൽ രണ്ടുപേരും പിരിഞ്ഞു. ഉണ്ടാ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്ത് ചെയ്യുമായിരുന്നു? അതാ പറഞ്ഞ പരിശുദ്ധന്മാരുള്ള പൈതങ്ങൾക്ക് അറിയാം, പ്രശ്നം വന്നാൽ അതിനെ അവരെ കർത്താവിൽ നിറഞ്ഞവർ അതിനെ അണയ്ക്കാനെ നോക്കും, അതിനെ വലുതാക്കാൻ നോക്കൂല. ഒരു പ്രശ്നം വന്നാൽ അത് വരില്ലെന്നല്ല, എല്ലാ വീടുകളിലും വന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരാൾ അതിനെ വലുതാക്കാൻ നോക്കൂല. വലിയ കുറ്റമായിരിക്കും ചെയ്തത് ഒരാൾ, വലിയ പ്രശ്നമായിരിക്കും അവരുടെ ഭാഗത്ത് വന്നത്, പക്ഷെ അതിനെ വലുതാക്കാൻ നോക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അത്രയുള്ള അതറിയാതായിട്ട് പറഞ്ഞായിരിക്കും അങ്ങ് വിട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെന്ത് ചെയ്യും? അണച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരൊക്കെ മുഖത്ത് നോക്കുമ്പം മുഖമല്ല ഇങ്ങനെ അമ്മറി ഇരുന്ന മുഖമൊക്കെ എന്താ കാര്യം? ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവ് തൊട്ടു. അല്ല, നമ്മളൊന്നും കഴിവും മിടുക്കൊന്നും അല്ല, ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റാതെയാണ് എന്ത് ചെയ്തത്? ജീവന് വിലയാകുമോ? പിറ്റേന്ന് അയാളെവിടെ? ഉണ്ടോ? പെട്ടെന്ന് ചാടിക്കയറി ഒന്നും ചിന്തിക്കാതെ. അപ്പോൾ വീട്ടുകാരും ആ ഒരു ഫയറായിട്ട് നിന്നു. ഇപ്പം കണ്ടോ, തീർന്നില്ലേ? അങ്ങ് നിസ്സാരം പോലെ ഒരു പിള്ള ഇന്നാൾ നിസ്സാരം പോലെ. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു അടി കൊടുക്കാന്നായിരിക്കും പോകുന്നത്, അടി വാക്കില്ലാതായിരിക്കും. എത്ര കേൾക്കുന്നു വാർത്തയിൽ, പത്രത്തിൽ നിങ്ങൾ അറിയുന്ന സഹോദരങ്ങളെ. ഹല്ലേലൂയ. പക്ഷെ വലുതായിട്ട് വരുന്ന പ്രശ്നത്തെ തണുപ്പിക്കാൻ ആ വീട്ടിനകത്ത് ആത്മാവിൽ നിറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഒരു തണുപ്പിക്കും. അത്രയുള്ള ഇതൊക്കെ എന്തൊരു ലോകത്തുള്ള നമ്മൾ സമാനപ്പടി എന്നെങ്കിലും. അല്ലെങ്കിലോ എല്ലാം കൂടെ 5 ഉണ്ടെങ്കിൽ 5 തീ പോലെ അങ്ങ് നിൽക്കും. പിന്നെ എന്താണ് നടക്കുന്നതെന്ന് പിറ്റേന്ന് കുറേ ദിവസത്തേക്ക് ചാനലുകാർക്ക് ഒരു വാർത്ത കിട്ടി. അവർ 24 മണിക്ക് എവിടെ കൂടെ എങ്ങനെയാണെന്ന് സ്വത്രം മനസ്സിലായോ? നിസ്സാര കാര്യത്തിനായിരിക്കും പോകുന്നത്. അതേസമയം ആത്മാവിൽ നിറഞ്ഞ അബീഗയിൽ അടുത്താണിറങ്ങി വന്ന് ദാവീദിൻ്റെ അടുക്കൽ ഓടി വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ആലോചന കൈമാറുകയാണ് സഹോദരി. ഒരു സഹോദരി വരികയാണ്. ആ സഹോദരൻ ഭയങ്കര നീചനാണ്, ദുഷ്ടൻ. പക്ഷേ അതിലങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. പക്ഷേ സഹോദരി അങ്ങനെയല്ല, ആത്മാവിൽ നിറഞ്ഞൊരു സഹോദരി. അപ്പോൾ ആ സഹോദരി എന്തുമാത്രം ആ വീട്ടിനകത്ത് അനുഭവിച്ചാണ് ഞാൻ ചിന്തിക്കും ചിലപ്പോഴൊക്കെ. ആ സഹോദരൻ ഇത്രയും ക്രൂരനായ ഒരാളിനോടുകൂടി ആ സഹോദരി ജീവിക്കാൻ, ഒരു വീട്ടിനകത്ത് താമസിക്കാൻ ആ സഹോദരി എന്തെല്ലാം ഇടത്ത് അത് ആത്മാവില്ലായിരുന്നെങ്കിൽ അയാളെ വെട്ടിക്കൊന്നു.
ആത്മാവ് ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവാണ് അവരെ പിടിച്ച് ഈ മൂർഖൻ്റെ കൂടെയും നിൽക്കാൻ കൃപ കൊടുത്തത്. പരിശുദ്ധം ഇങ്ങനെ പറ്റും. എല്ലാ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല സഹോദരങ്ങളെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വെട്ട്. ആരെന്നൊന്നും നോക്കൂല. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ പറ്റി ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറയണം, മക്കളെ സ്തോത്രം, വെറും പുല്ലിൻ്റെയും പൂവിൻ്റെയും വില നീ ഉള്ളൂ. നീ നിൻ്റെ വില അറിഞ്ഞാൽ നീ എപ്പോഴും താണു പോകും. നമ്മൾ എന്തോ ആണെന്ന് വിചാരിച്ചാൽ വാള് എടുക്കും. നമ്മളേതും അല്ല അപ്പാ, അങ്ങയുടെ കൃപ തരണേന്ന് പറഞ്ഞ് ദൈവഭാഗത്ത് വീണ് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്ന ഞാനല്ല, യേശുപ്പനാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം ഒന്നിനും ഒരിടത്തും ഒരു ശകലം പോലും സ്വബോധ കലക്കി അടി ഉണ്ടാക്കിയാൽ നമ്മളാരും നോക്കാൻ പാടില്ല. എന്തെല്ലാം പ്രശ്നം വന്നാൽ തണുപ്പിച്ചോളണം. വേറെ ഒന്നും അവിടെ സംഭവിക്കാതെ പെട്ടെന്ന് തണുപ്പിച്ചോളണം. ബാക്കിയെല്ലാം ദൈവം ചെയ്യും. ഹല്ലേലൂയ. തണുപ്പിച്ച് കർത്താവ് നമ്മൾ അതിനാണ്, വാക്കുകൊണ്ട് താങ്ങാനാണ്. ആളി കത്തിക്കാനല്ല, വാക്കുകൊണ്ട്. യെശയ്യാ 50:4 വാക്കുകൊണ്ട് താങ്ങാൻ കർത്താവ് ചിലരെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിനകത്ത് വാക്കുകൊണ്ട് താങ്ങാൻ ചിലരെ കണ്ടിരിക്കും. ചിലർ ദേശത്തിൽ ചില ആൾക്കാരോട് വാക്കുകൊണ്ട് താങ്ങാൻ ദൈവം കണ്ടിരിക്കും. അവർ ഭയങ്കര പ്രശ്നമായിട്ടായിരിക്കും വരുന്നത്. ഉടനെ ഒരു ഒറ്റ വാക്കിൽ ആൾ സൈലൻ്റ് ആവും. കാരണം എന്താ? താങ്ങാൻ ദൈവം ഒരു അധികാരം വായിച്ചേ. യെശയ്യാ 50:4 വായിച്ചേ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ്. ആരുടെ നാവാ തന്നിരിക്കുന്നത്? ശിഷ്യന്മാരുടെ നാവ്. ശിഷ്യൻ്റെ നാവ് എപ്പോഴും വാക്കുകൊണ്ട് താങ്ങുന്ന നാവാണ്, തകർക്കുന്ന നാവല്ല. അതാണ് ശിഷ്യൻ്റെ വ്യത്യാസം. എല്ലാവരും പോലെ അല്ല ശിഷ്യൻ. ശിഷ്യൻ എപ്പോഴും ഈ കുത്തിക്കീറി അവരെ തകർത്ത് കളയുന്നല്ല, വേദനയോടെ അവരുടെ ജീവിതത്തിനകത്ത് വീഴ്ച വന്നാൽ പോലും ചേർത്ത് ഇങ്ങനെ പിടിക്കും. അതാണ് ശിഷ്യൻ. വീഴ്ച വന്നിരിക്കാം, പാപം വന്നിരിക്കാം, എന്നാലും നീ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലെന്ന് പറഞ്ഞൊന്നും ചെയ്യില്ല, ചേർത്ത് പിടിച്ചിട്ട് ആ സ്പോട്ട്. കണ്ടോ ശിഷ്യൻ്റെ ഗുണം അത്. അപ്പോട്ട് അതാ സാരമില്ല, ഇതൊക്കെ മാറിപ്പോകും. ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതാണ് ശിഷ്യൻ്റെ ഒരു ഗുണമാണ്. അത് മനുഷ്യന് കൊടുത്തതല്ല, ഇത് ദൈവം കൊടുക്കുന്ന ഗുണമാണ്. അവർക്കേ ഇങ്ങനെ ചേർക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവർ വിരട്ടി ഓടിക്കും. ശിഷ്യനല്ലാത്തൊരു വിരട്ടി ഓടിക്കും. പക്ഷെ ശിഷ്യനാണെങ്കിലോ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. അടുത്ത വരി വായിച്ചേ. യെശയ്യാവ്. അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. അടുത്ത് യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ കണ്ടോ മറുത്തു നിന്നില്ല. ഇതാണ് ശിഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് നേരത്തെ വായിച്ച വചനത്തിലേക്ക് ടക്കന വന്ന് നിർത്താൻ സമയമായി. രണ്ടാം അധ്യായം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും ഇതെല്ലാം നുണ. നമ്മൾ നുണ ഒന്നും പറയണ്ട. ഒരു നുണയും പറയാതിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഒന്നും പറയണ്ട, ആരെ ഒന്നും പറയേണ്ട കാര്യം. നമുക്ക് അറിവില്ലാതെ പലരും പറഞ്ഞുകൊണ്ട് പോട്ടെ, അങ്ങ് പോട്ടെ. സ്വത്രം അവരാണ് അതങ്ങ് പറയട്ടെ. അവർക്ക് അറിവില്ലാതെ സ്വത്രം. നമ്മളെ അമ്മ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കൂലേ? നമ്മളെ മക്കൾ നമ്മളെ പറഞ്ഞാൽ ക്ഷമിക്കൂലേ? പോട്ടെ എന്ന് പറയാൻ ഒരു കൃപ നമുക്ക് ദൈവം തരട്ടെ. ദൈവം തന്നാലേ പറ്റൂ. അല്ല പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പം. പോട്ടെ, സാരമില്ല. അതിനേക്കാൾ എനിക്ക് എൻ്റെ യേശു ഉണ്ടല്ലോ, എന്നെ അറിയുന്നൊരു യേശു ഉണ്ടല്ലോ. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതവും, എൻ്റെ അകം എന്തെന്ന്, ഞാൻ എൻ്റെ ചിന്ത എന്തെന്നും, എൻ്റെ നടപ്പെന്നത്, എൻ്റെ കിടപ്പും എന്നെ മുഴുവൻ ശോധന ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ. എൻ്റെ ഭാരം മുഴുവൻ അറിയുന്ന, എൻ്റെ കണ്ണുനീര് മുഴുവൻ അറിയുന്ന, എൻ്റെ ദുഃഖം മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. സാരമില്ല. ഇതൊന്നും ദൈവത്തെക്കാൾ വലുതൊന്നും അല്ല. ഈ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരെ ഒന്നും പറയാൻ ഒരറിവില്ലാത്തതുകൊണ്ട് അവരങ്ങ് പറയട്ടെ. അതിനേക്കാളും വലുത് എൻ്റെ യേശുവിനെ കിട്ടിയില്ലേ നമുക്ക്. ഹല്ലേലൂയ. വ്യാജഭാവം നീക്കിക്കളഞ്ഞ് അടുത്ത് അസൂയയും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത ഒന്നേ ഈ ഭൂമിയിലുള്ളൂ. എന്തോന്നാ? വചനം മാത്രമേ മായയില്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും മായ. പിന്നെ ഇപ്പം വചനം പ്രസംഗിക്കുമ്പോൾ അനേകരും അതിൽ കൂടെ മായം ചേർക്കുന്നു ബൈബിളിൽ തന്നെ ഉണ്ട്. സ്തോത്രം. പക്ഷെ മായമില്ലാത്തത് ഈ ബൈബിളിനകത്ത് ഉണ്ട്. പക്ഷെ മായം ചേർത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റ് പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ ബാങ്കിലും. സ്തോത്രം. അതൊക്കെ ദൈവം അവരും തമ്മിലുള്ള, നമുക്കതൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ മായമില്ലാത്ത വചനം നമ്മൾ സത്യസന്ധമായിട്ട് ധ്യാനിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ.
ഹല്ലേലൂയ. എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട, കാരണം ഞാനൊരു യാത്രയിലാണ്. ഞാൻ യാത്രയിൽ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞാൻ യേശുവിൻ്റെ അടുത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ദിവസം യേശുവിൻ്റെ അടുത്ത് ചെന്നെത്തും, യേശുവിൻ്റെ അടുത്ത് ചെന്നിരിക്കും, യേശുവിൻ്റെ മാറിൽ ഞാൻ ചാരിക്കിടക്കും. എനിക്ക് വേണ്ടി കരം നീട്ടിക്കൊടുത്ത ഒരുവനെ ഞാനൊരു ദിവസം കാണും, ഞാൻ മുഖാമുഖമായി കാണും. അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എനിക്ക് തന്ന ഡ്യൂട്ടി തികച്ച് ഒരു ദിവസം എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അകത്ത് ഇടത്തുനിന്ന് വലത്തു നിന്ന് ഇടത്തു നിന്ന് ബാക്കിൽ നിന്നും ഭയങ്കര എന്തൊക്കെ പ്രശ്നം വന്നാലും എനിക്ക് സാരമില്ല, കാരണം ക്രൂശിൽ സകലതും എനിക്ക് വേണ്ടി നിവൃത്തിയാക്കിയ ഒരു യേശു എനിക്ക് മുമ്പിലുണ്ട്, ജയാലയ ഒരു യേശുവുണ്ട്. ഞാൻ പതറിപ്പോകത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഈ രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കഴിക്കണം, കാരണം കർത്താവ് വരാറായി. നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. ഓ, ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് വേറെ ഒന്നും നോക്കാൻ ഇപ്പോൾ സമയം. ഹല്ലേലൂയ, സ്തോത്രം. പാട്ടുകാരന്മാടി ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ. ആ പാട്ട് എല്ലാവരും ഒന്നും പാടില്ല എങ്കിലും കർത്താവേ, അപ്പം ആകെ അല്പനേരം മാത്രമേ ഇനി എൻ്റെ യാത്ര തീരാൻ ഉള്ളൂ. യാത്രയുടെ അവസാന ഘട്ടത്ത് എത്തി. ഇനി ഒരു അല്പനേരം കൂടെ. എന്തിനാണ് യാത്ര തീരുന്നത്? അങ്ങേ കാണാൻ ഉണ്ടാവും. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. അപ്പോൾ യാത്രയുടെ അവസാനം ഞാൻ യേശുവിനെ കാണും. അതാണ് യാത്ര. ഹല്ലേലൂയ. നമ്മളിവിടെ പരദേശികൾ, സ്വന്തം ദേശം ഇവിടെ അല്ല, പിന്നെ സ്വന്തം ദേശം ഇവിടെ. ഓ, സ്തോത്രം. വീടുണ്ടോ? ഉണ്ടല്ലേ. ഓ, ആരാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? കൈപ്പണിയില്ലാത്ത വീട്. അവിടെ സ്തോത്രം ട്യൂബുണ്ടോ? ട്യൂബിലൈറ്റ് ഉണ്ടോ? ഇല്ല. അവിടെ മരണമുണ്ടോ? അവിടെ രോഗമുണ്ടോ? അവിടെ ദുഃഖമുണ്ടോ? അവിടെ കണ്ണീരുണ്ടോ? അവിടെ വഴി പോലും എന്തോന്ന് സ്വർണം. ഹല്ലേലൂയ. അവിടെ യേശുമാണ് ലൈറ്റ്. അവിടുത്തെ വെളിച്ചം ആരാ? യേശു. യേശു നമ്മുടെ കണ്ണീരെല്ലാം കണ്ണീര് തുടച്ചു മാറ്റും. അവിടെ ദുഃഖവും നെടുവെറുപ്പും ഇല്ല. അവിടെ കല്യാണം, കുടുംബജീവിതം ഇവിടെ ഇല്ല. ഓ, അവിടെ വിശപ്പ്, അവിടെ ദാഹം, അവിടെ അടുക്കളയിൽ ചെന്ന് ആഹാരം ഉണ്ടാക്കി അടുത്ത അങ്ങനെയൊന്നും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയിൽ പോകുമ്പോഴാണ് കുടുംബജീവിതം, മക്കൾ, അവരെ കുടുംബം ഒക്കെ പോകുന്നല്ല ഈ യാത്രയ്ക്കകത്താണ്. അപ്പോഴും എൻ്റെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. ലക്ഷ്യം യേശുവാണ്. ഞാൻ യേശുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഓരോ സ്ഥലത്തൂടെ പോകുമ്പോൾ ഭയങ്കരമാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം നമ്മളെ മുക്കിക്കളയുമെന്ന് തോന്നും. പക്ഷെ അവിടെ ഒന്നും തളർന്നു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ തരട്ടെ. ആ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുന്നു. വായിച്ചേ, 13-ാം വാക്യം, 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മൾ വെറും പുല്ലിൻ്റെയും പൂവിൻ്റെയും അത്രയേ ഉള്ളൂ. പക്ഷേ ഈ വചനത്തിന് മാറ്റമൊന്നും പറയുന്നവരെല്ലാം പറയട്ടെ. കാറ്റിൻ്റെ ഇഷ്ടം പോലെ നമുക്കതുമായിട്ടൊരു ബന്ധവും, ഇതേ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഇവനുമായിട്ടൊരു ബന്ധവും. ആ കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ദൈവമാണ് എന്നെ വിളിച്ചത്. അത് എങ്ങനെ വിളിച്ചത്? കുഞ്ഞാടിൻ്റെ വിലയേറിയ അഴിഞ്ഞു പോകുന്ന പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, മരം കൊണ്ടല്ല, വക്കോല് കൊണ്ടല്ല, പിന്നെ പൊന്നു കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, ഒന്നും കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാ? ക്രിസ്തു എന്ന നിർദോഷമാകുന്ന രക്തം, ഒരു ദോഷവുമില്ലാത്ത കളങ്കമില്ലാത്ത രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ രക്തത്താൽ മുദ്രയിടപ്പെട്ട പൈതലാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധത്താൽ മുദ്രയിടപ്പെട്ട, രക്തത്താൽ കഴുകൽ പ്രാപിച്ച, ക്രിസ്തു യേശുവിനാൽ വിളിക്കപ്പെട്ട, ക്രിസ്തു യേശു നിറഞ്ഞ, ക്രിസ്തുവിൽ ജീവിക്കാൻ വിളിയേട്ട, ഇറങ്ങിയ, ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. കണ്ട് പതറിപ്പോകല്ലേ, ഇതൊന്നും കണ്ട് പതറല്ലേ. സ്തോത്രം. കുറച്ച് പീരീഡേ നമുക്കുള്ളൂ. നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ യാത്ര തീരുമ്പോൾ യേശുവിനെ കാണും.